ഹലോ, നല്ലൊരു മട്ടൻ കറാഹിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മട്ടൻ കറാഹിയുടെ റെസിപ്പി എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ 1 കിലോ മട്ടനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സീവിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറില്ലെങ്കിൽ സാധാരണ കടായിൽ ചെയ്താലും മതി. ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചൂടാതിന് ശേഷം നമുക്ക് 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ മാത്രം ഇങ്ങനെ വഴറ്റിയാൽ മതി. സവാള ഒന്ന് തളർന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. എന്നിട്ട് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉപ്പും ഈ പേസ്റ്റൊക്കെ മട്ടനിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മട്ടൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി മട്ടനും വരും വെള്ളം. ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങൾ പ്രഷർ കുക്കറിൻ്റെയും മട്ടൻ്റെയും വേവ് അനുസരിച്ചിട്ടുള്ള വിസിലിട്ട് കൊടുത്താൽ മതി. ഞാനൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 വലിയ സ്പൂണ് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണാണ് കുരുമുളക് ഉള്ളത്, അത് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ. പിന്നെ നേരത്തെ മഞ്ഞളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതാണിത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. മസാല കരിഞ്ഞു പോകാതെ നോക്കണം. നല്ലൊരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ ഇതിൻ്റെ ചൂടിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ മാറ്റാം. 3 വിസിൽ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. 3/4 ഭാഗം വെന്തിട്ട് തന്നെ ഉണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയില്ലാത്ത തൈരാണിത്. പുളിയുള്ള തൈരാണെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പുളി കൂടിപ്പോകരുത്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് ഇടുന്നുണ്ടെങ്കിൽ തൈര് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തക്കാളി ഒന്ന് മെൽറ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് തീ കൊടുത്തിട്ട് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തക്കാളിക്ക് എന്തായാലും നോക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നേരത്തെ വറുത്തിട്ടുണ്ടായിരുന്നില്ല പൊടികൾ, അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ പൊടി ഈ ഇറച്ചിയിലോട്ട് പിടിക്കുമ്പോൾ നല്ലൊരു കട്ടിയായിട്ട് വരും ചൂടാകുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പ് കറക്റ്റ് തന്നെയാണ്. കുക്കർ ഇങ്ങനെ ലോക്കാക്കുന്നില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കാം. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തിളപ്പിച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തീ ഓഫ് ചെയ്യുകയാണ് ഞാനിപ്പോൾ. നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടിയിട്ടാണെങ്കിൽ ഈ സമയത്ത് തീ ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ നല്ല തിക്കായിരിക്കും ഇത്. ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മതി. എന്നിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇടുന്നില്ല. സെർവിൻ്റെ സമയത്ത് മാത്രമാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ
നമ്മുടെ മട്ടൻ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയോ നെയ്ച്ചോറോ ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.